നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദിനേശ, സഞ്ജുനെ റൂമിൽ കാണുന്നില്ലല്ലോ. അവൻ അവിടെ ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ശ്രീദേവി എടുത്ത് ടെറസിൽ പോയി നോക്കിയോ? രാത്രി അവൻ അവിടെ പോയി ഇരിക്കാറുള്ളതല്ലേ? അവൻ അവിടെ ഇല്ല. രാജു, നീ പോയി നോക്ക്. സഞ്ജു വൈകിട്ട് പുറത്തേക്ക് പോയതാ മുത്തശ്ശ. എവിടെ പോയാലും അവന് ഇത്രയും വൈകിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ടാവും പോവുക. എന്റെ ഈശ്വര, എൻഗേജ്മെന്റ് ആയിട്ട് ആരോടും പറയാതെ ഇവരിത് എങ്ങോട്ടാ പോയത്? അതെ, ഇനി അവൻ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണോ? ഈശ്വര. എങ്കിൽ ശ്രീദേവി മോനെ വിളിച്ച് വീട്ടിൽ വരാൻ പറ. ഇത് കുട്ടിക്കളിയൊന്നല്ല. വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കത്തിലാ പെണ്ണിന്റെ വീട്ടുകാര്. ഒരുക്കി കാത്തിരിക്കത്തേ ഉള്ളൂ. ദിനേശ, അവനെ ഒന്ന് വിളിക്ക്. അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിനാ പോയെങ്കിൽ ഞാൻ വിളിക്കില്ല. ശ്രീദേവി എടുത്ത് ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യം എന്തോ ഇരിക്കുന്നേ? അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. കാവേരി, നീ എന്റെ ഫോണിൽ എടുത്തുണ്ടോ? ഇത് ദിനേശൻ കൂടി അറിഞ്ഞുള്ള എന്തോ നീക്കമാണ്. അവൻ പോകുന്ന നീ കണ്ടോടാ? ഇല്ല, ഞാൻ മുറ്റത്ത് നിന്നപ്പോഴാ സഞ്ജു പോയത്. എന്നോടൊന്നും പറഞ്ഞില്ല. ബാഗോ മറ്റോ അവന്റെ കയ്യിലുണ്ടായിരുന്നോന്ന്? ഇല്ല, കയ്യും വീശിയിട്ട് ആവ ഇറങ്ങി വന്നത്. അച്ഛാ, ഫോൺ. ആ, സ്വിച്ച് ഓഫ്. അവൻ മുങ്ങിയ തന്നെയാ. അവൻ അങ്ങനെ ചെയ്യില്ല. കവിത, പ്ലീസ് ഇത് വിളിച്ച് ഗൗരിയോട് പറയരുത്. മറ്റെന്തോ ആവശ്യത്തിന് സഞ്ജു പോയിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞൊന്നും അവരെ ടെൻഷനാക്കുന്നില്ല. പക്ഷെ നേരം പുലരുമ്പോ മംഗലശ്ശേരിയിൽ സഞ്ജു ഉണ്ടായിരിക്കണം. ദിനേശേട്ടനോട് സഞ്ജു എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? അവനെ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനാ. അവന് ശരിയും തോന്നുന്നു അവൻ ചെയ്യും. അവൻ എന്ത് ചെയ്താലും അതായിരിക്കും ശരിയെന്ന പക്ഷക്കാരനാ ഞാൻ. അവൻ ഉടനെ ഇങ്ങെത്തും. നീ സമാധാനായിട്ട് ഇരിക്കും ശ്രീദേവി. എനിക്ക് അവൻ എന്നെ വിശ്വാസം ഇല്ലാതായില്ലേ അമ്മ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.